ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ മുഴുവൻ സമ്പാദ്യം ചെലവഴിച്ചാലും യാതൊരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ വരാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള മുഴുവൻ നമ്മൾ അതിനായി ചെലവഴിക്കും. എന്നാലും ഒന്നും ശരിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസും ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ആരുടെ വീട്ടിലാണോ ധാരാളം ബ്ലെസ്സിങ്സ് സമ്പാദ്യമായി ഉള്ളത്, അവരുടെ വീട്ടിൽ വലിയതിലും വലിയ പ്രോബ്ലംസ് വന്നാലും പെട്ടെന്ന് തന്നെ അത് ശരിയാവും. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന മട്ടിൽ ആ കാര്യം നടക്കും. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും എന്താണ് പറയുക? ഇവരുടെ വീട്ടിൽ ഒരു അത്ഭുതമാണ് നടന്നത്, ഇങ്ങനെ പറയും, അല്ലേ? ആരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കാറില്ല. ആരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാവാറില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അത് നമ്മുടെ തന്നെ കർമ്മങ്ങളുടെ കണക്കനുസരിച്ചാണ് വരുന്നത്. ഭഗവാൻ മുകളിലിരുന്ന് ഇവർക്ക് കുറച്ച് കൂടുതൽ, ഇവർക്ക് കുറവ്, ഇവർക്ക് കൂടുതൽ, ഇവർക്ക് വളരെ വളരെ കൂടുതൽ, അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ആരാണോ തൻ്റെ ജീവിതത്തിൽ ധാരാളം ആശീർവാദങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്, അവരുടെ വീട്ടിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ജനങ്ങളോ വരികയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ചാലഞ്ചസ് വരും. എന്നാൽ അപ്രതീക്ഷിതമായി ആരെങ്കിലും സഹായിക്കാൻ വരികയും ആ കാര്യം വളരെ പെട്ടെന്ന് സോൾവ് ആവുകയും ചെയ്യും. അപ്പോഴാണ് ഇവരുടെ വീട്ടിൽ അത്ഭുതമാണ് നടന്നത് എന്നെല്ലാവരും പറയുക. ഇറ്റ് ഈസ് നോട്ട് എ മിറാക്കിൾ. അവരുടെ വീട്ടിൽ ശേഖരിച്ചു വച്ചിരുന്ന ആശീർവാദങ്ങൾ കൊണ്ടാണ് ആ കാര്യം നടന്നത്. ഇറ്റ് ഈസ് ദോസ് ബ്ലെസ്സിങ്സ് ദാറ്റ് വർക്ക്. എന്നാൽ നമ്മുടെ എല്ലാ ഫോക്കസും പുറമേ കാണുന്ന വളരെ ഭംഗിയുള്ള ഗാർഡൻ പോലെയുള്ള കാര്യങ്ങളിലേക്കാണ്, അഥവാ പുറം ലോകത്തേക്കാണ്. ധനം കാണാൻ പറ്റും, നേട്ടങ്ങൾ കാണാൻ പറ്റും, എന്നാൽ ആശീർവാദങ്ങളെ ഒരിക്കലും കാണാൻ കഴിയില്ല. ബ്ലെസ്സിങ്സിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോക്കസ് പണം സമ്പാദിക്കുന്നതിലേക്ക് മാറ്റി. പണം സമ്പാദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധാരാളം പണം സമ്പാദിക്കാം. എന്നാൽ പണത്തോടൊപ്പം ആശീർവാദങ്ങളും സമ്പാദിക്കണം. ചില വീടുകളിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് അസുഖം വന്നാൽ അവർ അവരുടെ കയ്യിലുള്ള മുഴുവൻ ധനവും അസുഖം മാറ്റാനായി ചിലവഴിക്കാറുണ്ട്. ഡോക്ടർമാർ പറയും, സോറി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ മുഴുവൻ പണവും എടുത്തോളൂ, എൻ്റെ വീട് വിൽക്കാം, എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്നെല്ലാവരും ചേർന്ന് പറഞ്ഞാലും അവരെ രക്ഷപ്പെടുത്താൻ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ മറ്റു ചിലരുടെ വീട്ടിൽ അസുഖങ്ങൾ വന്നാൽ അവർക്ക് അതിനായി ചിലവഴിക്കാൻ ഒരു പൈസ പോലും ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ആരെങ്കിലും വരും, അവരെ സഹായിക്കും. ട്രീറ്റ്മെൻറ്റ് നന്നായി നടക്കും. അവർ പെർഫെക്റ്റായി രക്ഷപ്പെടും. ഇമ്പോസിബിൾ ആയ കാര്യം പോസിബിളായി മാറും. ഇതിനെയാണ് നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. വളരെയധികം ആശീർവാദങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. പണം കൊണ്ട് ധാരാളം സാധന സാമഗ്രികൾ വാങ്ങാനാവും. എന്നാൽ പണത്തിന് ഒരിക്കലും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ബട്ട് ബ്ലെസ്സിങ്സ് ക്രിയേറ്റ് മിറാക്കിൾസ്. ചിലപ്പോൾ നമ്മൾ യാതൊരു ആശീർവാദങ്ങളും ശേഖരിക്കുന്നില്ല. ജീവിതത്തിൽ അങ്ങനെ ചില കർമ്മങ്ങൾ ചെയ്തത് കാരണം നമുക്ക് ബ്ലെസ്സിങ്സ് ശേഖരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ബ്ലെസ്സിങ് ഓപ്പോസിറ്റായ ശാപങ്ങളെയാണ് ശേഖരിക്കുന്നത്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. താങ്കൾ ആരെയെങ്കിലും കണ്ടുമുട്ടുന്നു. താങ്കൾ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? താങ്കൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതൊക്കെ പ്രധാനമാണ്. താങ്കൾ അവരുടെ മനസ്സിന് സുഖം നൽകുന്നുവെങ്കിൽ അവരിൽ നിന്നും എങ്ങനെയുള്ള എനർജിയാണ് നമ്മുടെ അടുത്തേക്ക് വരിക? ദ എനർജി ഓഫ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹങ്ങൾ എന്നാൽ പ്യുവർ, പോസിറ്റീവായ നല്ല എനർജികൾ അവരിൽ നിന്ന് എത്തുന്നു എന്നാണ് അർത്ഥം. ഇതിനു പകരം താങ്കൾ ആരെയെങ്കിലും കണ്ടുമുട്ടുന്നു, അവരോട് നന്നായി സംസാരിക്കുന്നു. ചിലപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നല്ലതായിരിക്കില്ല. അവരെക്കുറിച്ച് നന്നായി ചിന്തിക്കാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് നമ്മൾ
സുഖം നൽകാതിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മനസ്സിന് സുഖവും സന്തോഷവും നൽകാതിരിക്കുമ്പോൾ അവിടെ നിന്നും എങ്ങനെയുള്ള എനർജിയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക? അത് ആശീർവാദങ്ങളുടെ ഓപ്പോസിറ്റായ എനർജി ആയിരിക്കും. ബിസിനസ് ഡീലിങ്സ്, ട്രാൻസാക്ഷൻസ് ഒക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ കർമ്മങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലാഭം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, റിട്ടേൺസ് കിട്ടുന്നു. നമ്മളിൽ എത്ര പേരാണ് ദേഷ്യപ്പെടാറുള്ളത്? പറയൂ, കൈ ഉയർത്തൂ. നമ്മൾ ആരെയെങ്കിലും വഴക്ക് പറയുമ്പോൾ കുറച്ച് വഴക്ക് പറയുകയോ കൂടുതൽ പറയുകയോ ആകാം. എന്തായാലും നമ്മൾ അവരെ വഴക്കു പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിന് എത്ര സന്തോഷമാണ് നൽകുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. 30 സെക്കൻഡോ 1 മിനിറ്റോ മാത്രമേ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നാൽ താങ്കളുടെ വാക്കുകളെ മറക്കാൻ അവർ എത്ര സമയമെടുക്കും? താങ്കൾ ഇപ്പോൾ ഇവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറയുകയാണെങ്കിൽ അത് മറക്കാൻ താങ്കൾക്ക് എത്ര സമയമെടുക്കും? വളരെ സമയമെടുക്കും. എന്നാലും എത്ര സമയമെടുക്കും? ഓക്കെ, ഒരിക്കലും മറക്കില്ലേ? ഇതൊരു പ്രധാന ചോദ്യമാണ്. ആരെയെങ്കിലും വഴക്ക് പറയുന്നതിന് മുൻപ് അവരോട് ഈ ചോദ്യം ഒന്ന് ചോദിക്കണം. ഞാൻ ഇവരെ ഇപ്പോൾ വഴക്ക് പറയുന്നു എന്ന് കരുതുക. എനിക്ക് എത്ര നേരം ഇവരെ വഴക്ക് പറയാനാവും? ഏറി വന്നാൽ 1 മിനിറ്റ്. എന്നാൽ ഇവർ ഇപ്പോൾ വളരെ ക്ലിയറായി പറഞ്ഞു, ഞാൻ വഴക്കു പറഞ്ഞാൽ അവരത് ഒരിക്കലും മറക്കില്ല. ഇവിടെ എങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് വെറും 1 മിനിറ്റിൻ്റേതാണ്. റിട്ടേൺ എത്ര കാലത്തേക്കാണ്? ജീവിതകാലം മുഴുവനും. എനിക്കതിൻ്റെ റിട്ടേൺ ജീവിതകാലം മുഴുവൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ മുന്നിൽ നിൽക്കുന്ന ആളോട് ചോദിക്കണം, ഞാൻ വഴക്ക് പറഞ്ഞാൽ താങ്കൾ അത് എത്ര സമയമെടുത്താണ് മറക്കുക? നമ്മൾ അങ്ങനെ വെറുതെ ബിസിനസ് ചെയ്യാൻ തുടങ്ങില്ലല്ലോ. ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, തിരികെ ലാഭം എത്ര കിട്ടും, എത്ര കാലത്തേക്ക് ഈ ലാഭം ഉണ്ടാവും എന്നൊക്കെ നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടേ ബിസിനസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്താണ് ചോദിക്കുക? ബിസിനസ് ചെയ്യുന്നതിന് മുൻപ് ശരിക്കും നോക്കിയില്ലേ? ഡീൽ സൈൻ ചെയ്യുമ്പോൾ എത്ര ലാഭം കിട്ടുമെന്ന് ചെക്ക് ചെയ്തില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? ഒരു കർമ്മമാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടെ 1 മിനിറ്റ് വഴക്ക് പറഞ്ഞിട്ട് പോയി. അവർ പറയുന്നു, ഞാനിത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് റിട്ടേണായി അവിടെ നിന്ന് എന്താണ് വന്നുകൊണ്ടിരിക്കുക? അപ്പോഴാണ് നമ്മൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എന്നിട്ടും ആകെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു, എന്താണെന്നറിയില്ല, എനിക്ക് സന്തോഷം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം കർമ്മ കണക്കുകൾ എൻ്റെ അടുത്തേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവയാണ് എൻ്റെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് വരുന്ന ആ എനർജി എൻ്റെ ഉള്ളിലുള്ള സന്തോഷത്തെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ എൻ്റെ സന്തോഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അധ്വാനിക്കുന്നു, പക്ഷേ എനിക്ക് അത് അനുസരിച്ചുള്ള സന്തോഷം കിട്ടുന്നില്ല. ദിസ് ഈസ് അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കർമ്മങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. എന്തെന്നാൽ കർമ്മങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലർ വളരെയധികം അധ്വാനിക്കുന്നു, പലതും കെട്ടിപ്പടുക്കുന്നു. ഗവൺമെൻറ് ഒരൊറ്റ റൂളിൽ അവരുടെ എല്ലാം ഇല്ലാതാക്കുന്നു. എന്തെന്നാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കർമ്മങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധ നൽകിയില്ല. അങ്ങനെ ആവുമ്പോൾ ബിസിനസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങളും ശരിയായ ഡിസിഷൻസ് ആവില്ല. എന്തെന്നാൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും 2-3 വർഷങ്ങൾ കഴിഞ്ഞാലും
ശരിയായി തന്നെ നിൽക്കണമെന്നില്ല. ജോലിയിലും ബിസിനസ്സിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായി പരമാത്മാവുമായി കണക്റ്റഡായി പരമാത്മാവിനോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കണം. കാരണം ഇന്ന് ശരിയാണ് എന്ന് തോന്നുന്നത് 5 വർഷത്തിന് ശേഷം നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ ആ കണക്ഷൻ വയ്ക്കുന്നതിനായി നമ്മുടെ മനസ്സും ബുദ്ധിയും വളരെ ക്ലിയറായി ഇരിക്കണം. ഒപ്പം ജീവിതത്തിൽ ധാരാളം ബ്ലെസ്സിങ്സ് ശേഖരിക്കുകയും വേണം. ശരി, ഇവരുടെ കയ്യിൽ നിന്നും ഒരു തെറ്റു പറ്റിപ്പോയി. വഴക്കു പറയുന്നതിന് പകരം സാരമില്ല, പോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. തെറ്റുകൾ സംഭവിക്കും. നമുക്കും പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. എന്നാൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അവർ വിചാരിച്ചത് നിങ്ങൾ വഴക്ക് പറയുമെന്നാണ്. എന്നാൽ നിങ്ങൾ അവരെ ഒന്നും പറയുന്നില്ല. ഇക്കാര്യവും അവർ എത്ര കാലം മറക്കാതിരിക്കും? അവരത് ജീവിതകാലം മുഴുവനും മറക്കില്ല, അല്ലേ? ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ? ഇതിൻ്റെ ലാഭവും എത്ര കാലം തിരിച്ചു കിട്ടും? ജീവിതകാലം മുഴുവനും കിട്ടും, അല്ലേ? ഓരോ കർമ്മവും മറ്റുള്ളവർക്ക് സുഖം ലഭിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം. ആ കർമ്മത്തിലൂടെ എല്ലാവരും സന്തുഷ്ടരായി മാറണം. എല്ലാവർക്കും സുഖവും സന്തുഷ്ടതയും ലഭിക്കുമ്പോൾ നമ്മുടെ കുടുംബം ആശീർവാദങ്ങളാൽ നിറയും. വീട് ആശീർവാദങ്ങൾ കൊണ്ട് നിറയും. ആരുടെ വീട്ടിലേക്കാണോ ബ്ലെസ്സിങ്സ് വരുന്നത് അവരുടെ വീട്ടിലേക്ക് സന്തോഷം, ആരോഗ്യം, വളരെ നല്ല ബന്ധങ്ങൾ എന്നിവ താനെ എത്തിച്ചേരും. ഈ കാര്യങ്ങളൊന്നും പണം കൊണ്ട് ലഭിക്കുന്നതല്ല. ഈ ലോകത്ത് പണം കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും. എന്നാൽ ചില കാര്യങ്ങൾ പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് വാങ്ങിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഏതെല്ലാമാണ്? പറയൂ. പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഏതെല്ലാമാണ്? സന്തോഷം പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും, എന്നാൽ സന്തോഷം വാങ്ങിക്കാൻ കഴിയില്ല. മറ്റെന്തൊക്കെയാണ് വാങ്ങാൻ കഴിയാത്തത്? ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ. പിന്നെ ആരോഗ്യം വാങ്ങിക്കാൻ കഴിയില്ല. വെരി ഗുഡ്. പണം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്താനാവും, പക്ഷേ അതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയണമെന്നില്ല. പറയൂ, ഇനി എന്തൊക്കെയാണ് ഉള്ളത്? അതെ, നമുക്ക് ഒരു ജീവിതം പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. ശരി, എന്തെല്ലാം വാങ്ങിക്കാൻ കഴിയും, എന്തെല്ലാം വാങ്ങിക്കാൻ കഴിയില്ല എന്നതിനെപ്പറ്റി നമ്മൾ വളരെ ക്ലിയറാണ്. പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അവയെ നമുക്ക് എങ്ങനെയാണ് ശേഖരിക്കാൻ കഴിയുക? നമ്മൾ കുറേ വർഷം പണം സമ്പാദിക്കണം. പണം കൊടുത്ത് ധാരാളം സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സുഖവും ഒക്കെ താനെ കടന്നു വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പണം ശരിക്കും സൂക്ഷിച്ചു വെക്കണം. നാളെ വല്ല അസുഖവും വന്നാൽ പൈസ ആവശ്യം വരുമല്ലോ എന്നാണ് ആളുകൾ പറയാറുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ അസുഖത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. പണം സമ്പാദിക്കുന്നത് തന്നെ അസുഖം മാറ്റാനാണ്. വീട്ടിലേക്ക് യാതൊരു അസുഖവും വരാൻ പോലും പാടില്ല. അത്രയധികം ആശീർവാദങ്ങൾ നിങ്ങൾ ശേഖരിച്ചു വെക്കണം. അപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ എടുത്തു വെക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ പോലും പാടില്ല. ഇതൊക്കെ വളരെ തെറ്റായ ചിന്താഗതിയാണ്. നമ്മൾ അസുഖത്തെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആ പൈസയുടെ മുകളിൽ ഒരു എനർജി വന്ന് നിൽക്കുന്നു. ഈ പൈസ ഈ അസുഖം മാറ്റാൻ വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അതിനാൽ വളരെ ശ്രദ്ധിച്ച് പണം സമ്പാദിക്കണം. ആദ്യമേ തന്നെ ഇത് അസുഖം വരുമ്പോൾ ആവശ്യം വരും എന്ന് പറഞ്ഞാണ് വെക്കുന്നത്. അപ്പോൾ അത് അസുഖത്തിന് വേണ്ടി തന്നെ ചിലവഴിക്കേണ്ടി വരും. ധനം ഏതുപോലെ വരുന്നുവോ അതുപോലെ തന്നെ പോവുകയും ചെയ്യും. പണം ഏത് വഴിയിലൂടെ വരുന്നുവോ ആ വഴിയിലൂടെ തന്നെ അത് പോവുകയും ചെയ്യും. അതിനാൽ ഏതെല്ലാം കാര്യങ്ങളാണോ പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തത് അവയെ നേടാനായി നമ്മളും കുറച്ചെന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലേ? സന്തോഷം, സമാധാനം, ആരോഗ്യം, വളരെ നല്ല ബന്ധങ്ങൾ എന്നിവ നമ്മൾ എത്ര പണം സമ്പാദിക്കുന്നുവോ അത്രയും ലഭിക്കുമെന്ന ഒരു വിശ്വാസം ഇന്നു മുതൽ മാറ്റണം. ഉറപ്പല്ലേ? ഇവിടെ നിന്ന് പുറത്തു പോയാലും ഈ വിശ്വാസം
ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ കാണുന്ന ലോകം ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. പുറമേക്ക് പോയാൽ നമ്മളും ഇങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. കാരണം പുറമേയുള്ള അന്തരീക്ഷം നമ്മളെ അത്രയധികം സ്വാധീനിക്കാറുണ്ട്. നമ്മളിപ്പോൾ മറ്റൊരു വൈബ്രേഷൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ ആൻസേഴ്സും നമുക്കറിയാം. പക്ഷേ നമ്മൾ അതേക്കുറിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കാറില്ല. ഈ മുഴുവൻ സിറ്റിയിലും ധാരാളം വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകൾ നിങ്ങൾ കാണാറുണ്ട്. സന്തോഷമായ ഒരു മുഖം, ഒപ്പം ഒരു പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതെല്ലാം സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമാണ്. പുതിയ ഫോൺ കാണുമ്പോൾ മുഖം കൂടുതൽ സന്തോഷമുള്ളതായി കാണിക്കുന്നു. കാണുന്നവർ എന്താണ് വിചാരിക്കുക? ഞാനും ഈ ഫോൺ വാങ്ങിയാൽ എനിക്കും നല്ല സന്തോഷം ലഭിക്കും. കാരണം ആ ബോർഡിലുള്ള വ്യക്തി ഫോണിൻ്റെ കൂടെ വളരെ സന്തോഷമായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഡീപ്പ് പ്രോഗ്രാമിംഗ്. ഇത് നമ്മുടെ മനസ്സിലെ അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആയി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് അറിയുകയും ചെയ്യാം. സന്തോഷം പണം കൊടുത്തു വാങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും ആവശ്യമാണ്. നമുക്ക് സാധന സാമഗ്രികളും വേണം, സന്തോഷവും വേണം അല്ലേ? ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാനായി അധ്വാനിക്കാമെങ്കിൽ സന്തോഷത്തിന് വേണ്ടി കുറച്ചെങ്കിലും പ്രയത്നിക്കണ്ടേ? ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിലെ 2 വെവ്വേറെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ ഒരു ഗാർഡനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇവ രണ്ടിനെയും ഒന്നിച്ചു ചേർക്കരുത്. നന്നായി പഠിച്ചാൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. പിന്നെ ഡോക്ടറോ എഞ്ചിനീയറോ ആകാം. പിന്നെ എപ്പോഴും സന്തോഷമായിരിക്കാം. കുട്ടിക്കാലം മുതൽക്കേ ഞാൻ ഇതാണ് കേട്ട് വന്നത്. ഡോക്ടറോ എഞ്ചിനീയറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സന്തോഷമായി ഇരിക്കാം. ഡീപ്പ് പ്രോഗ്രാമിംഗ്. നന്നായി പഠിച്ചാൽ ഡോക്ടറോ എഞ്ചിനീയറോ ആവും. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ സന്തോഷമായി ഇരിക്കുന്നതിനായി ആദ്യം സ്വന്തം മനസ്സിനെ ഇതിനൊപ്പം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞു തന്നില്ല. ഇന്നും രാജ്യത്തെ ഏറ്റവും ടോപ്പായ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ ജീവിതത്തിൽ ഒരു ക്ലാസ്സിലും ഫസ്റ്റ് ആവാതെ ഇരുന്നിട്ടില്ല. എന്നാൽ ആ കോളേജുകളിൽ എത്തുമ്പോൾ അവിടുത്തെ പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവരിൽ പലരും സൂസൈഡ് ചെയ്യുന്നു. ഒരിക്കലും ഒരു ക്ലാസ്സിലും സെക്കൻഡ് പോലും ആവാതെ ഇപ്പോഴും ഫസ്റ്റ് തന്നെയായി പഠിച്ചിരുന്ന കുട്ടികളാണ് ഇവർ. എന്നാൽ അവരെ പഠിപ്പിച്ചത് തന്നെ അതാണ്. നന്നായി പഠിച്ച് ഫസ്റ്റ് ആവൂ, നന്നായി പഠിക്കൂ, ഫസ്റ്റ് ആവൂ, അപ്പോൾ സന്തോഷമായി ഇരിക്കാം. അല്ലാതെ നന്നായി പഠിക്കൂ, ഫസ്റ്റ് ആവൂ, നല്ല ജോലി നേടൂ, എന്നാൽ സന്തോഷമായി ഇരിക്കാനായി സ്വന്തം മനസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന കാര്യം അവരോട് ആരും പറഞ്ഞിട്ടേയില്ല. ഇവ രണ്ടിനെയും 2 വെവ്വേറെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സായി നമ്മൾ കണ്ടില്ല. വി മിക്സ്ഡ് ബോത്ത് ഓഫ് ദം. നമ്മളിത് രണ്ടിനെയും ഒന്നിച്ചു ചേർത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ഈ 2 കാര്യങ്ങളെയും വേറെ വേറെ ആക്കണം. നന്നായി പഠിക്കണം, നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, ഫസ്റ്റ് ആവണം. എന്നാൽ മനസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനായി അരമണിക്കൂർ മനസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഈ 2 കാര്യങ്ങളെ നേരത്തെ തന്നെ വേറെ വേറെയാക്കി കാണേണ്ടതായിരുന്നു. നന്നായി പരിശ്രമിച്ച് ബിസിനസ് ചെയ്യൂ, പരിശ്രമിച്ച് ധനം സമ്പാദിക്കൂ, ധാരാളം ധനം സമ്പാദിക്കൂ. എന്നാൽ മനസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനായി അരമണിക്കൂർ അവനവന് വേണ്ടി മാറ്റിവെച്ചേ മതിയാകൂ. 2 കാര്യങ്ങളെയും സെപ്പറേറ്റ് ആക്കണം. നമ്മൾ ഇവയെ സെപ്പറേറ്റ് ആക്കുമ്പോൾ നമ്മുടെ പക്കൽ ധനമുണ്ടാകും. ഒപ്പം നമ്മുടെ പക്കൽ ധാരാളം സന്തോഷവും വന്നെത്തും. സത്യസന്ധതയോടെ സമ്പാദിക്കുന്ന ധനം ആത്മാവിനെയും പവർഫുള്ളാക്കും. ശരി എന്താണ്, തെറ്റേതാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ സത്യമായ വഴിയിലൂടെ പോകാനുള്ള ശക്തി നമ്മുടെ പക്കലില്ല. പ്രത്യേകിച്ചും നമുക്ക് ചുറ്റുമുള്ളവർ ആരും തന്നെ സത്യസന്ധമായി ജീവിക്കാതിരിക്കുമ്പോൾ നമുക്കും അത് പറ്റാതെ വരും.
കാരണം സമൂഹത്തിൽ ശരിയുടെയും തെറ്റിൻ്റെയും ഡെഫിനിഷൻ തന്നെ മാറിക്കഴിഞ്ഞു. പുലർച്ചെ 5 മണിക്ക് താങ്കൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ് എന്ന് കരുതുക. സിഗ്നൽ റെഡാണ്. അതിരാവിലെയാണ്. കാലിയായ റോഡാണ്. റോഡിൽ ആരുമില്ലെങ്കിൽ പിന്നെ റെഡ് സിഗ്നലിൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അതാണ് അവർക്ക് ശരിയായി തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സിഗ്നലിൽ നിൽക്കാതെ കടന്നു പോകുന്നത് ശരിയായ കാര്യമാണ്. എന്നാൽ ഒരാൾ റെഡ് സിഗ്നൽ തെറ്റിച്ച് കടന്നു പോകുമ്പോൾ 5 പേർ അത് കണ്ട് ആ നിയമത്തെ തെറ്റിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ ചെയ്യാറില്ല. ഇനി സ്വയം ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഈ 2 കൂട്ടരിൽ ഏത് കാറ്റഗറിയിലാണ്? നമ്മൾ ഏതു ഭാഗത്താണ് പെടുക? അവർ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പിന്നാലെ പോകുന്നു. റെഡ് സിഗ്നലിൽ നിൽക്കാതെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എത്ര സമയമാണ് ലാഭിക്കാൻ കഴിയുക? ഇങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പറയൂ. ഒരു റെഡ് സിഗ്നലിൽ നിൽക്കാതെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാനാവും? കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. 30 സെക്കൻഡ്. വെറും 30 സെക്കൻഡ് മാത്രമേ നിങ്ങൾ ആ ദിവസത്തിൽ ലാഭിക്കുന്നുള്ളൂ. എന്നാൽ ആ 30 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിന് നിയമവ്യവസ്ഥയെ തെറ്റിക്കാനുള്ള ഒരു ശീലം വരികയാണ് ചെയ്യുന്നത്. അര മിനിറ്റിനെ ലാഭിക്കാൻ വേണ്ടി ആത്മാവ് സ്വന്തം ശക്തികളെയാണ് ഇല്ലാതാക്കുന്നത്. ഒരു പുതിയ തെറ്റായ ശീലവും പഠിപ്പിക്കുന്നു. ഞാൻ എന്തിന് നിയമത്തെ നോക്കണം? ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ പോകും. സോൾ പവർ കെപ്റ്റ് ഡിപ്ലീറ്റിംഗ്. ഇത് വെറും 30 സെക്കൻഡിൻ്റെ മാത്രം കാര്യമല്ല. ഇത് നിയമവും അച്ചടക്കവും ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ടു പോകേണ്ട ശീലത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഒരാൾ നിയമം തെറ്റിച്ചാൽ പിന്നാലെയുള്ള 5 പേർ അത് കണ്ട് നിയമം തെറ്റിക്കാൻ തുടങ്ങുന്നു. അവരുടെ പിന്നാലെ വരുന്ന ഒരാൾ റെഡ് സിഗ്നൽ കണ്ട് മര്യാദയോടെ റോഡിൽ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ അതുവഴി പോകുന്ന മറ്റാളുകൾ അയാളെ നോക്കി കളിയാക്കി ചിരിക്കും. പുലർച്ചെ റോഡ് ഇത്ര കാലിയാണ്, ഇയാൾ എന്തിനാണ് റെഡ് സിഗ്നൽ കണ്ട് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. ആളുകൾ കളിയാക്കുമ്പോൾ അയാൾക്ക് ആകെ അസ്വസ്ഥത തോന്നും. എല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നു, എന്നാൽ പിന്നെ ഞാനും റെഡ് സിഗ്നൽ നോക്കാതെ പോയേക്കാം എന്നയാൾ വിചാരിക്കുന്നു. പല പല വിധത്തിലുള്ള ചിന്താഗതികൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ എപ്പോഴും റെഡ് സിഗ്നലിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും. അയാളെ നോക്കി മുഴുവൻ ലോകവും കളിയാക്കി ചിരിക്കും. എന്നാലും അയാൾ അവിടെ തന്നെ നിൽക്കും. അയാൾ ലോകത്തിൻ്റെ രീതികൾക്ക് അനുസരിച്ച് അല്ല ജീവിക്കുന്നത്. അയാൾ തൻ്റേതായ ശരിയുടെയും തെറ്റിൻ്റെയും ഡെഫിനിഷൻ അനുസരിച്ചാണ് ജീവിക്കുന്നത്. മാത്രമല്ല അയാൾ തൻ്റെ ഭാഗ്യം തനിക്ക് വേണ്ടതുപോലെ തന്നെ എഴുതുകയും ചെയ്യുന്നു. സ്വന്തം ഭാഗ്യം സ്വയം എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നയാൾ ഒരിക്കലും ചോദിക്കില്ല. അയാളുടെ ജീവിതത്തിൽ യാതൊരു പ്രോബ്ലംസും ഉണ്ടാവുകയില്ല എന്നല്ല ഇതിനർത്ഥം. ഈ കലിയുഗത്തിൽ എല്ലാ വീടുകളിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തി അയാളെ ആ പ്രശ്നത്തെ പ്രശ്നമായി അനുഭവപ്പെടാത്ത വിധം ശക്തനാക്കുന്നു. എന്തെന്നാൽ അയാൾ നിയമങ്ങളിലൂടെ നടന്ന് ആത്മാവിൻ്റെ ശക്തികളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 100 ഡിഗ്രി പനിയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അവർ എനിക്ക് വയ്യ, എനിക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ക്യാൻസർ 4th സ്റ്റേജിലായിരിക്കും. അവരുടെ മുഖം വളരെ സന്തോഷത്തോടെയാണ് കാണപ്പെടുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ആർക്കും തന്നെ മനസ്സിലാവുക പോലുമില്ല. ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് സൈസ് ഒന്നുമില്ല. പ്രോബ്ലംസിന് സൈസ് ഇല്ല. സൈസ് എന്തിനാണ് ഉണ്ടാവുക? ആത്മാവിൻ്റെ ശക്തിക്കാണ് സൈസ് ഉള്ളത്. സ്വന്തം വീട്ടിലെ കാര്യം തന്നെ നോക്കൂ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വീട്ടിലെ ഒരു അംഗം പറയും, എത്ര വലിയ പ്രോബ്ലമാണ്. രണ്ടാമത്തെ ആൾ പറയും, ആ ശരിയാണ്, പ്രോബ്ലമാണ്. മൂന്നാമത്തെ ആൾ പറയും, ചെറിയൊരു കാര്യമല്ലേ. എന്നാൽ നാലാമത്തെ ആൾ പറയും, എവിടെ,
എന്ത് പ്രശ്നം, എന്ത് പ്രോബ്ലമാണുള്ളത്? വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുക. കാര്യമൊന്നാണ്. ഒരാൾക്ക് അത് വളരെ വലുതായി തോന്നുന്നു, മറ്റൊരാൾക്ക് അത് ചെറിയ കാര്യമായി തോന്നുന്നു, വേറൊരാൾക്ക് അതൊരു പ്രശ്നമായി തന്നെ തോന്നുന്നില്ല. ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചാണുള്ളത്? ഈ പ്രതികരണങ്ങളെല്ലാം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രശ്നത്തെ ഫേസ് ചെയ്യുന്ന ആത്മാവിൻ്റെ ശക്തിയെ മാത്രമാണ് ഇത് ആശ്രയിക്കുന്നത്. ഉദാഹരണത്തിന്, ഇവിടെ വെച്ചിരിക്കുന്ന ഈ മേശ ചിലർക്ക് വളരെ ഭാരിച്ചതായി തോന്നും, ചിലർക്ക് കുറച്ച് ഭാരമുണ്ടെന്ന് തോന്നും, ചിലർക്ക് ഇതിന് ഭാരമില്ല എന്ന് തോന്നും. എന്നാൽ മറ്റു ചിലർക്ക് ഇതിനെ ഒരു കൈ കൊണ്ട് തന്നെ എടുത്തു മാറ്റാനും കഴിയും. ഈ ടേബിളിൻ്റെ ഭാരം എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ് ഉള്ളത്, അത് മാറുന്നില്ല. എന്നാൽ ഇത് എടുത്തുയർത്തുന്ന ആളുകളുടെ ശക്തിയിലാണ് മാറ്റമുള്ളത്. പരിതസ്ഥിതികൾക്ക് ഒരു സൈസോ ഭാരമോ ഒന്നും ഉണ്ടാവില്ല. വലിയ പ്രശ്നം, ചെറിയ പ്രശ്നം, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ആന്തരിക ശക്തിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യത്തെയും വലുതും ചെറുതുമാക്കി മാറ്റുന്നത്. വലുതാണ് വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ ദുർബലരായി മാറുകയാണ് ചെയ്യുന്നത്. 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ വീട്ടിലും 3, 4, 5 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ എങ്ങനെ വളർന്നു വലുതായി? സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു എന്നൊന്നും മാതാപിതാക്കൾക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് പാരൻറ്റിങ് ഡിഫിക്കൽട്ടായി തോന്നിയിരുന്നില്ല. ഇന്ന് ഒരു വീട്ടിൽ ഒരു കുട്ടിയാണ് ഉള്ളത്. മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടികളെ എങ്ങനെ വലുതാക്കും? കുട്ടികളെ നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് വളരെ പഴയ കാലമോ ഹിസ്റ്ററിയോ ഒന്നുമല്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ കാലവും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ കാലവും കാണുന്നു. ഇപ്പോൾ പാരൻറ്റിങ് ബുദ്ധിമുട്ടായി മാറിയതാണോ? അല്ല. പക്ഷേ പാരൻറ്റിങ് ചെയ്യുന്ന ആളുകളുടെ ശക്തിയാണ് കുറഞ്ഞു പോയത്. അതിനാലാണ് അവർക്ക് ഒരു കുട്ടിയെ നോക്കുന്നത് പോലും ഇത്രയും ബുദ്ധിമുട്ടായി തോന്നുന്നത്. ആന്തരിക ശക്തിയെയാണ് നമുക്ക് തിരികെ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാൻ തുടങ്ങും. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഉറക്കം വരുന്നത് പോലും ബുദ്ധിമുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഉറക്കം വളരെ നാച്ചുറലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഉറക്കം. ചില സ്ഥലങ്ങളിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നത് സ്ലീപ്പിംഗ് പിൽസാണ്, ഉറക്ക ഗുളിക. വളരെ നാച്ചുറലായി നമുക്ക് ലഭിക്കേണ്ട ഉറക്കം പോലും ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. നമ്മുടെ സ്വാഭാവികമായ കാര്യങ്ങൾ ബുദ്ധിമുട്ടായി മാറുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തി കുറഞ്ഞു വരികയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.